മോൺസൺ മാവുങ്കലിനെ നമ്മൾ മറന്നോ? മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഒരേ സമയം പറ്റിച്ചുകൊണ്ട് അറസ്റ്റിലായി ഇന്ന് ജയിലിൽ കഴിയുന്ന ആ ഒരു വ്യക്തിയുടെ സുഹൃത്താണ് ബാല. ഈ ബാല അന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ വിദഗ്ധമായിട്ട് പൊട്ടം കളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള അജു അലക്സിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് തോക്കുമായി അതിക്രമിച്ച് കയറുകയാണ് ചെയ്തത്. ഇതിന് 4 പേര് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാക് എന്ന് പറയുന്ന അജു അലക്സിന്റെ സുഹൃത്ത്, രണ്ടാമത്തത് ആറാട്ടൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കി, മൂന്നാമത്തത് എലിസബത്ത്, അതേപോലെ തന്നെ ഇപ്പോൾ 4ാമത് ഒരു ഡയറക്ടറും കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും 4 പേര് സാക്ഷി ഈ തോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് പോലീസ് പ്രോപ്പറായിട്ട് നടപടി എടുത്തിട്ടില്ല. ഇതിന്റെ കേസ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നടപടികളില്ല. ഈ നടപടികൾ അതിജീവിക്കാനുള്ള ആ ഒരു പ്രിവിലേജ് ശക്തി എങ്ങനെയാണ് ഈ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത്? അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോസിലെ 15 കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മേളിൽ ആരോപിച്ചിട്ടുള്ളത്. ഈ 15 കാര്യങ്ങളിൽ 10 സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. ഇവിടുത്തെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളാണെങ്കിലും സ്ത്രീ സംഘടനകളാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് കേസെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. അല്ല, ഇതിന് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നടപടി എടുക്കണം. ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആരാണ് ബാല? കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ആളുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ചാനലിൽ വീഡിയോ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വണ്ടി 2-3 പ്രാവശ്യം ഒരു വണ്ടി കൊണ്ട് ഇടിച്ചു എന്നുള്ളത്. അത് എന്താ പറയാ, വെളിവില്ലാതെയാണോ ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹം ഭയപ്പെടുന്നു, ഇതൊരു ഭീഷണിയാണ് എന്ന്. സ്വമേധയാ കേസെടുക്കേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ പരിപാടി ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സ്വമേധയാ കേസെടുക്കേണ്ട, അതിനുവേണ്ടി സഹായിക്കേണ്ട സ്ത്രീ സംഘടനകൾ, ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരു രീതിയിലും ഈ ഒരു കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ല. ആരാണ് ബാല? ഇത്രയും